ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ നമ്മളൊരു പുതിയ ചാലഞ്ചായിട്ട് വന്നിരിക്കുന്ന ഗൈസ്. നമ്മൾ ലാസ്റ്റ് ചെയ്ത ചാലഞ്ച് ഗസ് ദ ഫെസ്റ്റിവൽ ചലഞ്ച് അല്ലേ? അതന്നെ, അതാണ് ഗൈസ് ലാസ്റ്റ് ചെയ്ത ചലഞ്ച്. അത് ഇപ്പോൾ ഏകദേശം ഒരു 3 weeks ഒക്കെ ഗൈസ്, 3 ആഴ്ചയായി നമ്മൾ ചാലഞ്ച് വീഡിയോ ചെയ്തിട്ട്. വ്ളോഗ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഗൈസ്, ട്രിപ്പ് വ്ളോഗാണ് നിങ്ങൾ കണ്ടു. അതുപോലെ ബാക്ക് ടു ഹോം, പിന്നെ തുടരും കാണാൻ പോയി, അതെല്ലാം എപ്പോഴും ചെയ്യുന്ന വ്ളോഗ് ചലഞ്ച് പറയാം ഗൈസ്. ചലഞ്ച് അങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു ഗൈസ്. ഇന്നത്തെ വീഡിയോ ഗൈസ് ഗസ് ദ വേർഡ് ചലഞ്ചാണ്. ഗസ് ദ വേർഡ് ചലഞ്ച് നമ്മൾ ഈ ചാനൽ തന്നെ മുന്നേ ചെയ്തിരുന്നു ഗൈസ്. 1 month ago, 1 മാസം മുമ്പ് നമ്മൾ ചെയ്തിരുന്നു ഗൈസ്. ഇത് പാർട്ട് 2 ഗൈസ്. ഗസ് ദ വേർഡ് ചലഞ്ച് പാർട്ട് 2 ഗൈസ്. അങ്ങനെ പാർട്ട് 2 ആയിട്ട് വരണം വിചാരിച്ചു കൊണ്ട് വന്നതാണ് ഗൈസ്. ഇങ്ങനെ പാർട്ട് 1 കണ്ടവർക്ക് മനസ്സിലാവും. ഇങ്ങനെ വേർഡ് കാണിക്കും, ചില സ്പെല്ലിങ് ഉണ്ടാവില്ലേ ഗൈസ്. ആ സ്പെല്ലിങ് നമ്മൾ തന്നെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം, ഗസ് ചെയ്യണം ഗൈസ് അതേ വേർഡെന്ന്. അതിൻ്റെ കാണിച്ച അതേ വേർഡ് ആയിരിക്കണം. നമ്മൾ ഇപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം പറയണ ഇപ്പം CAR. ഇപ്പം നമ്മൾ പെട്ടെന്ന് CAR C-R അത് കാർ അവരുടെ കൊടുത്തെങ്കിൽ നമ്മൾ കാർന്ന് തന്നെ പറയണം. അല്ലാണ്ട് ഇപ്പം അവിടെ വേറെ സ്പെല്ലിംഗ് ഇട്ടിട്ട് വേറെ വേർഡ് ആവുമെങ്കിൽ ആ വേർഡ് പറയാൻ പാടില്ല ഗൈസ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഗൈസ്. നമുക്ക് ആദ്യത്തെ വേർഡ് നോക്കിയൊക്കെ ഗൈസ്. ഐ ആം എക്സൈറ്റഡ്. കുറേ വേർഡ്സ് ഉണ്ടാവും ഗൈസ്. ഐഡൻറ്റിഫൈ വേർഡ് എന്ന ആപ്പാണ് ഗൈസ് ഇൻസ്റ്റാൾ ചെയ്തത്. ഓക്കെ ഗൈസ്, ക്യാമറ ഇവിടെ ആയിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് നോക്കുന്നത്. ഇവിടെ എല്ലാം ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ടാണ് ഗൈസ്. ചൂട് വേർത്തൊലിക്കുകയാണ് ഗൈസ്. ആദ്യത്തെ വേർഡ് വന്നിട്ടുണ്ട്. ഇതെന്താണ്? N-HT ഗൈസ്. N ഉണ്ട്, 3 അക്ഷരം ഉണ്ട്, 2 അക്ഷരം വിട്ടിട്ടുണ്ട് ഗൈസ്. കണ്ടുപിടിക്കൂ. N ഉണ്ട്, -HT ഗൈസ്. ഇത് കുറച്ച് ടഫാണല്ലോ ഗൈസ്, ഇത് കുറച്ച് ടഫാണ് ഗൈസ്. പിന്നെ വേറൊരു ഇത് ടാബിലല്ല കേട്ടോ വീഡിയോ എടുക്കുന്നത് ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അടുത്തായിട്ട് തോന്നും ഗൈസ്, പക്ഷെ അടുത്തല്ല. ഇത്ര ഗ്യാപ്പ് ഉണ്ട് ഗൈസ് നമ്മൾ തമ്മിൽ ഗൈസ്. ഇത് റിയൽമിയിൽ എടുക്കുന്നത് ഗൈസ്, അതുകൊണ്ടാണ്. ലെൻസ് നല്ല ഇതാണ്. ഓക്കെ ഗൈസ്, ഇതേതാ ലെറ്റർ എന്നല്ല, ഇതേതാ വേർഡ് നിങ്ങൾ കണ്ടുപിടിക്കൂ. നമുക്ക് കിട്ടണില്ല. N ഉണ്ട്, 2 അക്ഷരം വിട്ടിട്ട് H ഉണ്ട്, T ഉണ്ട് ഗൈസ്. നമുക്കൊന്ന് ഗസ് അടിക്കാൻ വേണ്ടി ഒന്നും ഇല്ലാണ്ടായിപ്പോയി ഗൈസ്. അല്ല പിന്നെ ഗസ് അടിച്ചേനെ ഗൈസ്. നമുക്ക് തന്നെ ആൻസർ നോക്കാം. കിട്ടുന്നൊന്നുമില്ല. ആൻസർ നോക്കാം ഗൈസ്. നൈറ്റ് ഗൈസ്. അതെങ്ങനാ? ഗൈസ് NIGHT ഗൈസ്. കറക്റ്റ് തന്നെ. അയ്യോ ഗൈസ്, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല ഗൈസ്. നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കും, പക്ഷെ കിട്ടൂല. അതാണ് ഗൈസ് ഇതിൻ്റെ ടെക്നിക്ക് ഗൈസ്. നൈറ്റ് കറക്റ്റ് തന്നെ ഗൈസ്. തന്നെ ഇപ്പോൾ നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്ത വേർഡ് വരു കമൺ ഗൈസ്. S ഉണ്ട്, P ഉണ്ട്, O ഉണ്ട്, -N ഉണ്ട് ഗൈസ്. ഇതെല്ലാം കിട്ടിയിട്ടുണ്ടാവും. സ്പൂണായിരിക്കും. സ്പൂണാവാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് നോക്കിയേക്കാം. സ്പൂണായിരിക്കും ഗൈസ്. നമുക്ക് ആൻസർ നോക്കാം ഗൈസ്. കറക്റ്റ് തന്നെ, സ്പൂണ്. SPO. അയ്യോ ഗൈസ്, സോറി, എൻ്റെ പോയി. SPOON ഗൈസ്. കറക്റ്റ് തന്നെ, സ്പൂണാണ് ഗൈസ്. അങ്ങനെ 1 point എടുത്തിരിക്കുന്നു ഞാൻ ഗൈസ്. അടുത്ത വേർഡ് നമുക്ക് നോക്കിയേക്കാം. അടുത്ത വേർഡ് വരൂ. അയ്യോ, ഇത് വലിയ വേർഡാണല്ലോ. T ഉണ്ട്, H ഉണ്ട്, 2 അക്ഷരം വിട്ട്, പിന്നെ D ഉണ്ട്, 1 അക്ഷരം വിട്ട്, R ഉണ്ട്. ലാസ്റ്റത്തെ എന്തായാലും DER ആയിരിക്കും. എന്നുവെച്ചാൽ Dയും Rൻ്റെയും കോമ്പോൻ്റെ ഇതാണല്ലോ. C ഉണ്ടാവും, ഉറപ്പാണ്. നിങ്ങൾക്ക് കിട്ടിയോ? എനിക്ക് കിട്ടി. തണ്ടർ ഗൈസ്. തണ്ടർ ആവാൻ ചാൻസ് കൂടുതൽ ഗൈസ്. THUN. ആ ഡാഷ് ഇട്ടെടുക്കുക, യും എന്നും ചേർത്ത്, പിന്നെ D, പിന്നെ അടുത്ത വിട്ടെടുക്കുക ഇയും ചേർത്ത്. THUNDER തണ്ടർ ഗൈസ്. തണ്ടർ ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് ആൻസർ നോക്കാം ഗൈസ്. നിങ്ങൾക്ക് ആലോചിക്കാൻ സമയമാണെങ്കിൽ ഗൈസ് നിങ്ങൾ പോസ് ചെയ്തിട്ട് ആലോചിച്ചോളൂ ഗൈസ്. ഞാൻ ആൻസർ നോക്കാം ഗൈസ്. തണ്ടർ ആവാൻ ചാൻസ് കൂടുതലാണ്. യെസ്, കറക്റ്റ് ഗൈസ്. തണ്ടർ തന്നെ. അത് ഞാൻ എക്സൈറ്റഡ് ആവുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് അറിയായിരുന്നു ഇതിങ്ങനെ ആയിരിക്കും വരും. അത് ഫസ്റ്റ് കണ്ട ഉടനെ എനിക്ക് തണ്ടറിലേക്ക് പോയത്
ഓക്കെ ഗൈസ് കറക്റ്റാണ്. ഗൈസ് നമുക്കിനി അടുത്ത വേർഡ് നോക്കാം. വന്നിട്ടുണ്ട്. ഒരക്ഷരേ വിട്ടിട്ടില്ലു ഗൈസ്, ഒരക്ഷരേ വിട്ടില്ലു. ഡബ്ല്യു ഉണ്ട്, എന്നും ഉണ്ട്. ഡബ്ല്യു എന്നും ഉണ്ട് ഗൈസ്, ഒരക്ഷരം നടുക്ക് വിട്ടിട്ടുണ്ട് ഗൈസ്. അയ്യോ ഇത് കിട്ടത്തില്ലല്ലോ, ഒരക്ഷരം ചേർത്ത വേർഡായി. പക്ഷെ കിട്ടണില്ല മച്ചാമാരെ. വിന്ന് ജയം. WON ആയിട്ടല്ലേ വിൻ ഗായ്സ് അല്ലേ? ഞാൻ നോക്കാം. WON ഞാൻ കൊടുത്തു നോക്കട്ടെ ഗൈസ്. തെറ്റാന്ന് പറയുന്നത് ഗൈസ്, WON അല്ല. പിന്നെന്താ വിന്ന, WIN. ഡേയ്സ് WIN എന്നും പറയില്ല വിന്നിന്. കൊടുത്തു നോക്കാം. ഗസ്സാണ് കേട്ടോ ഗൈസ്, കറക്റ്റാണ്. അതന്നെ ഗൈസ്, WIN വിന്ന് ഗൈസ്. കറക്റ്റ്. എല്ലാവരും കൈയടിക്കൂ ഗൈസ്, കറക്റ്റാണ് കേട്ടോ ഗൈസ്. നമുക്കങ്ങനെ വേഗം എല്ലാം നോക്കി പോയേക്കാം, അധികം ടൈം എടുക്കുക, ലാഗ് അടിപ്പിക്കുന്നില്ല ഗൈസ്. നമുക്ക് അടുത്ത വേർഡ് നോക്കാം. എസ് ഉണ്ട്, 2 അക്ഷരം വിട്ടിട്ട് L ഉണ്ട്, L ഉണ്ട്. എസ് ഉണ്ട്, 2 അക്ഷരം വിട്ടിട്ട് L ഉണ്ട്. സ്നേഹ കിട്ടിയോ? എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് വീട് 2 അക്ഷരം ചേർക്കാനുണ്ട് ഗൈസ്. കിട്ടുന്നില്ല ഗൈസ്. പുറത്ത് നല്ല മഴക്കോളുണ്ട് ഗൈസ്. ഏത് സമയം വേണം മഴ പെയ്യുക. നല്ല കാർമേഘം പിടിച്ച് നിൽക്കുകയാണ്, മഴക്കോൾ. ഓക്കെ ഗൈസ്, ഇത് വേർഡ് കിട്ടുന്നില്ല. ഗൈസ് നിങ്ങൾക്ക് കിട്ടിയോ ഗൈസ്? നമുക്ക് ആൻസർ നോക്കാം. കിട്ടാത്ത നമ്മളിങ്ങനെ വെച്ചിരുന്ന് ലാഗ് അടിപ്പിക്കുന്നില്ല ഗൈസ്. നമുക്ക് വേർഡ് നോക്കാം. സ്പെല്ല, SPE. 2 അക്ഷരം വിട്ടെടുക്കുക, PEയും ചേർത്ത്. ഗൈസ് അതേത് വേർഡ്? സ്പെല്ല ഗൈസ്. എനിക്കറിയില്ല ഗൈസ്, ഞാൻ ആദ്യമായിട്ട് സ്പെല്ലെന്ന് കേൾക്കുന്നത് ഗൈസ്. ഗൈസ് എനിക്ക് അറിയാത്തതല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഗൈസ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു സ്പെല്ല്. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്ത വേർഡും എസ്സിലാണ് തുടങ്ങുന്നത് ഗൈസ്. എസ് ഉണ്ട്, 2 അക്ഷരം വിട്ടിട്ട് C ഉണ്ട്, പിന്നെ 1 അക്ഷരം വിട്ടു. എസ്സും സിയേ ഉള്ളൂ, 3 അക്ഷരം വിട്ടിട്ടുണ്ട് ഗൈസ്. കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ? എനിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇത് ഏതാന്ന് എസ് സിയും കൊടുത്താൽ പിന്നെ അങ്ങനെ ഗൈസ് കണ്ടുപിടിക്കുക ഗൈസ്. എനിക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് കിട്ടിയോ ഗൈസ്? എനിക്ക് കിട്ടുന്നില്ല കേട്ടാ. അയ്യോ ഇത് കുറച്ച് കഷ്ടപ്പാടാണ് ഗൈസ്. വിചാരിച്ച മാതിരി വേഗം എല്ലാം കണ്ടുപിടിക്കാൻ പറ്റില്ല ഗൈസ്. ഇതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും ഗൈസ്. ആവില്ല ഗൈസ്. നമുക്ക് തന്നെ ആൻസർ നോക്കാം ഗൈസ്. അറിയാതെ വെച്ചിരിക്കുന്നില്ല, വേഗം നമുക്ക് നോക്കി പോയേക്കാം. സ്പേസാ ഗൈസ്, നമുക്ക് അറിയുന്ന സംഭവം തന്നെ സ്പേസ്. നമുക്ക് അറിയുന്നൊരു വേർഡാ ഗൈസ്, കിട്ടില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതാണ് അറിയുന്ന വേർഡുകൾ നമുക്ക് കിട്ടൂല. അതാണ് ഇതിൻ്റെ മെയിൻ റീസണാണ്. എസ് ഉണ്ട്, സി ഉണ്ട്, 2-3 അക്ഷരം വിട്ട് ഗൈസ്. അന്നേരം എങ്ങനെ കണ്ടുപിടിക്കുക? SPA CE കറക്റ്റാണ് ഗൈസ്. സ്പേസ്. നമുക്കിനി അടുത്ത വേഗം നോക്കാം. അടുത്ത വേർഡ് ഇതും എസ്സിലാണ് തുടങ്ങുന്നത് ഗൈസ്. എസ് ഉണ്ട്, A ഉണ്ട്, L ഉണ്ട്, പിന്നെ 3 അക്ഷരം വിട്ടിട്ടുണ്ട് ഗൈസ്. എന്താണ്? സാൽ. നമ്മൾ ഫസ്റ്റ് ഇത് വായിച്ചു നോക്കുക. SA എല്ലാം സാലെന്ന് വായിക്കുക, അതിൻ്റെ ബാക്കി നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ചാലും മതി. അങ്ങനെ വായിച്ചിട്ടും കിട്ടുന്നൊന്നുമില്ല. എസ് ഉണ്ട്, A ഉണ്ട്, L ഉണ്ട് ഗൈസ്. 3 അക്ഷരം വിട്ടിട്ടുണ്ട് ഗൈസ്. സ്ഥലപരമായി കണ്ടുപിടിക്കൂ ഗൈസ്. വേണമെങ്കിൽ ഒരു കുറച്ച് സെക്കൻഡ് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. എനിക്ക് കിട്ടുന്നൊന്നുമില്ല, ഞാൻ പിന്മാറി, നിങ്ങളും പിന്മാറിയ ഗൈസ്. നമുക്ക് ആൻസർ നോക്കാൻ തോന്നുന്നു, കിട്ടണില്ല. ഞാൻ ഇതെല്ലാം ആക്കിയെടുത്ത് ഞാൻ വിചാരിച്ചു ഒരു BALLM വന്നാലും ബോർഡ് എന്നെല്ലാം പറയാം. C ഉണ്ടായിട്ട് A വിട്ടിട്ട് T വന്ന കാറ്റ് എന്നെല്ലാം പറയാൻ വിചാരിച്ച് ഞാൻ ഇവിടെ വന്നിരുന്നത്. പക്ഷേ ഇതെല്ലാം എന്തുവാ, ഇതെല്ലാം വലിയ ഗൈസ്. ഇതിനെക്കാളും വലിയ പാടണമെന്ന് എന്നെക്കൊണ്ട് താങ്ങാൻ കഴിയില്ല. പക്ഷേ ഈസി മോഡലാണ് കിട്ടുന്നത്. സൗണ്ട് ഈസി മോഡൽ ഇട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ മീഡിയം മോഡൽ എക്സ്ട്രീമെല്ലാം ഇട്ടാൽ പിന്നെ വന്നിരിക്കുകയേ വേണ്ട, അങ്ങനത്തെ അവസ്ഥയായിരിക്കും ഗൈസ്. എനിവേ കിട്ടുന്നില്ല ഗൈസ്. നമുക്കിനാണ് നോക്കിയൊക്കെ ആൻസർ നോക്കാം. ഗൈസ് എസ് ഉണ്ട്, A ഉണ്ട്, L ഉണ്ട്, 3 അക്ഷരം വിട്ട് ഗൈസ്. ഏതാണ് നോക്കട്ടെ, നമുക്കൊരു എക്സൈറ്റഡ് ആവും ഇത് അറിയാൻ വേണ്ടി. ഏതാ വേർഡ്? സേലൂണ് ഗൈസ്. SAL.
OON 3 അക്ഷരം ഓവും എന്നും OON ഗൈസ് കറക്റ്റ് ടാസ്സായാലും കിട്ടിയിട്ടില്ല. കിട്ടാത്ത കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത പി തുടങ്ങുന്ന ഗൈസ്. പി ഉണ്ട് -A PUA ഉണ്ട് ഗൈസ്. 2 അക്ഷരം വിട്ടിട്ടുണ്ട് ഗൈസ്. ഏതാണ് കണ്ടുപിടിക്കൂ. പ്ലേ ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. PLAY പ്ലേ. അത് പോയിന്റ് ഗൈസ്. ഞാൻ നോക്കട്ടെ, അതാണ് കിട്ടും ഗൈസ്. കറക്റ്റ് പ്ലേ. വിചാരിച്ചതാ ഞാൻ പ്ലേ തന്നെ ഗൈസ്. അടിപൊളി കേട്ടോ, വിചാരിച്ചില്ല ഗൈസ്. ഓക്കെ, പ്ലേ ഗൈസ്. ഇപ്പം ഞാൻ എത്ര ഇതാക്കി ഗൈസ്. നമ്മൾ ഫസ്റ്റ് സ്പൂണ് ശരിയാക്കി, പിന്നെ തണ്ടർ ശരിയാക്കി, പിന്നെ വിന്ന് ശരിയാക്കി, പിന്നെ ഒന്ന് ശരിയാക്കിയില്ല അല്ലേ. അയ്യോ, ഇപ്പം പ്ലേ ശരിയാക്കി ഗൈസ്. 3 പോയിന്റ് കിട്ടിയല്ല, 4 പോയിൻ്റാണ് ഗൈസ് എനിക്ക് കിട്ടിയത് ഗൈസ്. ലാസ്റ്റ് വേർഡ് ഗൈസ്, ഈ ചലഞ്ചിലത്തെ അവസാന വേർഡാണ് ഗൈസ്. നമ്മളിതിൻ്റെ പാർട്ട് 3 ഒന്നും ചെയ്യുന്നില്ല ഗൈസ്, വിട്ടേക്ക്. പാർട്ട് 1ഉം 2ഉം കൊണ്ട് നമുക്ക് മതിയായി ഗൈസ്. ഇനി പാർട്ട് 3 ആയിട്ട് ഞാൻ വരുന്നില്ല ഗൈസ്. നമ്മളെ മറ്റേ ഇതിൻ്റെ പാർട്ട് 2 വരും, ഗസ്ത സെലിബ്രിറ്റി. അതിൻ്റെ പാർട്ട് 2 ഞാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് ലാസ്റ്റത്തെ വേർഡ് വന്നിട്ടുണ്ട്. ബി ഉണ്ട്, 2 അക്ഷരം വിട്ടിട്ട് Y ഉണ്ട് ഗൈസ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് കിട്ടി. ബേബി ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. BABY ബേബി. 2 അക്ഷരം വിട്ടിട്ടുണ്ട്. അവിടെ Aയും Bയും ചേർത്ത ബേബി ആയി ഗൈസ്. നമുക്ക് ആൻസർ നോക്കാം ഗൈസ്. കറക്റ്റ് ബേബി തന്നെ. എങ്ങനെ കിട്ടി എന്നോട് ചോദിച്ചാൽ എനിക്കും അറിയില്ല ഗൈസ്. ഇതിൽ ആടൊന്നല്ലല്ലോ ഗൈസ്, പെട്ടെന്ന് കിട്ടുമല്ലോ. സിമ്പിൾ ബേബിയാണ് ഗൈസ്, കറക്റ്റാണ്. നമ്മൾ ഇന്നത്തെ ചലഞ്ച് വീഡിയോ കംപ്ലീറ്റ് ആയി ഗൈസ്. ഒരു പണി കിട്ടി. അയ്യോ ഗൈസ്, കറക്റ്റ് ടൈമായി ആപ്പ് ബാക്കായി പോയി ഗൈസ്. ഗൈസ് ചാലഞ്ച് തീർന്ന സമയത്ത് ആപ്പ് ബാക്കായി, അതുകൊണ്ടൊക്കെ ബാക്ക് അടിക്കാൻ വന്നില്ല. ഇതിന് മുമ്പായിട്ടും ബാക്കായിട്ടാണ് ഇപ്പോൾ പണി കിട്ടിയാണ് ചാലഞ്ചിൻ്റെ ഇടക്ക്. ഭാഗ്യം ഗൈസ്. ഇന്നത്തെ ചലഞ്ച് വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഗൈസ്. അടുത്ത വീഡിയോ ചിലപ്പോൾ വ്ളോഗായിരിക്കും, ചിലപ്പോൾ ചാലഞ്ച് ആയിരിക്കും ഗൈസ്. എന്തായാലും ഒരു ചാലഞ്ച് വീഡിയോ വരുന്നുണ്ട്. അതാണ് ഞാൻ ചെയ്ത് വെച്ചിട്ട് ഗസ്ത സെലിബ്രിറ്റി ചാലഞ്ചിൻ്റെ പാർട്ട് 2. നമ്മളെ ഗസ്ത സെലിബ്രിറ്റി ചാലഞ്ച് എങ്ങനെ കണ്ണ് കാണിക്കും. ആ കണ്ണ് കണ്ടിട്ട് അത് ആരാ കണ്ണെന്ന് അങ്ങനെ പറയുന്ന കേസ് നമ്മളാണ് ചെയ്തതിന് ഗസ്ത സെലിബ്രിറ്റി ചാലഞ്ച്. അതേപോലെ തന്നെയാണ് ചെയ്യുക. കണ്ണ് കാണിക്കും, അത് ആരാ കണ്ണെന്ന്, ഏത് സെലിബ്രിറ്റിൻ്റെ കണ്ണെന്ന് പറയും. അത്രേ ഉള്ളൂ, സിമ്പിളാണ് ഗൈസ്. ഞാൻ എടുത്ത് എല്ലായിടത്തും കിട്ടിയിരുന്നു, അതല്ല എടുത്ത് 2 കിട്ടാണ്ടുണ്ടായില്ല. അതിപ്പം ഗൈസ് ആ വീഡിയോ 1 month ഒക്കെ ആയിട്ട് ആയി തോന്നുന്നു. 2 months എല്ലാം ആയിട്ടുണ്ടാവും. നമ്മൾ മുമ്പേ 2 months ഒക്കെ അല്ല 1 month ഒക്കെ ആയിട്ടുണ്ടാവും. ഈ ഇതിൻ്റെ പാർട്ട് 1 ചെയ്തതിന് ശേഷമായിട്ട് ഞാൻ ഗസ്ത സെലിബ്രിറ്റി ചാലഞ്ച് ചെയ്തത്. എന്തായാലും 1 month ഒക്കെ ആയി ഗൈസ്, ഉറപ്പാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗൈസ്. ഇന്നൊരു 12 മിനിറ്റ് 11 13 മിനിറ്റെല്ലാം നീണ്ടു നിന്നിട്ട് വീഡിയോ ആയിരുന്നു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പുതിയൊരു ചലഞ്ച് വ്ളോഗായിട്ട് വരാം ഗൈസ്. ബൈ.